എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന കല്ലുവിനെയും കാന്തനെ കുറിച്ചൊക്കെയുള്ള ആ വലിയ സത്യങ്ങളൊക്കെ അയ്യപ്പസ്വാമി ഉണ്ണിമോളോടും വാവരോടും പറയുവാണ്. അപ്പൊ അവരാരാണ്, എന്താണ്, അപ്പൊ അവർ ഇത്രയും വലിയ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ആചാരത്താലും ദേവകിയമ്മ അങ്ങനെ കാർത്തികൻ നമ്പ്യാരുടെ അമ്മയ്ക്ക് കൈമാറുക. അതിനുശേഷം ദേവകിയമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ദേവകിയമ്മ തിരികെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് വിനോദിനോട് പറഞ്ഞു, എനിക്കറിയത്തില്ല വിനോദെ, ഇനി ഉണ്ണിമോള് വന്നുകഴിയുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ, പാവം അവൾക്ക് ഒത്തിരി സങ്കടമാവും. ഈ ചെറുപ്രായത്തില് അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേ. ആ ശില്പിനെ അന്വേഷിച്ച്, ആ ശില്പിയുടെ മകൻ കൊണ്ടുപോയ ആ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷിച്ച് പാവം എൻ്റെ മോള് അവള് തിരിച്ചു വരുമ്പോൾ അവൾക്ക് എത്രമാത്രം വിഷമാവുന്നറിയോ. ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു, അമ്മ സങ്കടപ്പെടാതിരിക്കുക. ഈ സമയം ദേവികം പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അവൾക്ക് സങ്കടമൊക്കെ മനസ്സിൽ മാറുമായിരിക്കും. കാരണം ഇതിനേക്കാളും വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് അവൾ വളർന്നു വന്നേ. പക്ഷേങ്കിൽ അതല്ല, ഇപ്പൊ അവളുടെ ഒത്തിരി വലിയ പ്രതീക്ഷയായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും വരെ എത്തിച്ചിട്ട് അത് കയ്യിൽ നിന്ന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല അവൾക്കത്. ഈ സമയം വിനോദ് പറഞ്ഞു, അയ്യപ്പസ്വാമിയുടെ ആഗ്രഹമല്ലായിരുന്നു അമ്മ ഉത്സവം നടത്തണം എന്നുള്ളത്. അപ്പൊ അയ്യപ്പസ്വാമിയായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. അമ്മ ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല, അയ്യപ്പസ്വാമിയായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ. ഉത്സവത്തിന് കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ടല്ലോ, ഒരു പക്ഷെ അതിനു മുമ്പ് ഉണ്ണിമോള് സ്വർണ്ണമായിട്ട് വന്നാലോ. ഈ സമയം ദേവകിയും പറഞ്ഞു, ഇനിയിപ്പോ ഉണ്ണിമോള് സ്വർണ്ണമായിട്ട് വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക് നമ്മൾ ആചാരത്താലും കൈമാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ തന്നെ ഉത്സവം നടത്തട്ടെ. അയ്യപ്പസ്വാമിയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനായിട്ടൊരു തടസ്സവും നിൽക്കുന്നില്ല. അല്ലെങ്കിലും എന്നെ പോലെ ഒരാൾക്ക് സ്വപ്നം കാണുന്നേക്കാളും കൂടുതൽ ഇതുണ്ട്. കാരണം അങ്ങനെ നടത്താൻ തന്നെ അത് തീരുമാനിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എങ്ങനെയെങ്കിലും ആചാരത്താലോ എങ്കിലും എൻ്റെ കൈ കിട്ടിയല്ലോ, അങ്ങനെ ഞാൻ സമാധാനിക്കാന്ന് പറയാണ്. വിനോദിന് മനസ്സിലായി ദേവകിയമ്മയുടെ വിഷമവും ബുദ്ധിമുട്ടും എത്രമാത്രമാണ്. അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിരുന്ന ഉത്സവം നടത്തണം എന്നുള്ള അമ്മയുടെ മാത്രമല്ല ഉണ്ണിമോളുടെ ആഗ്രഹത്തിനാണ് അമ്മ പ്രാധാന്യം കൊടുത്തത്. അതിന് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ മോന്റെ കണ്ണീരിന് മുന്നിൽ ആ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതാവുകയാണ്. ഈ സമയം ഗിരിദേവനും ഉണ്ണിമോളും ബാബനും കൂടെ ഭവാനിയമ്മയുടെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഭവാനിയമ്മയ്ക്ക് കണ്ണു തുറന്നു. ഭവാനിയമ്മേനെ തിന്നാലിങ്ങനെ ഇപ്പോൾ ഒരു പായലങ്ങനെ ഭവാനിയമ്മ കിടക്കുമായിരുന്നു. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ചുറ്റും നോക്കിയിട്ട്, അല്ല മോനെ ജയന്തനെ കണ്ടോന്ന് ചോദിക്കണം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, ഇല്ലമ്മേ ജയന്തൻ ചേട്ടനെ കണ്ടില്ല, ജയന്തൻ ചേട്ടൻ പോയെന്നല്ലേ ചേച്ചി പറഞ്ഞത്. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും, ഇത്ര സമയമായില്ലേ. ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ ഇരിക്കുക, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയണം. അല്ല ഞാനും വരാം. വേണ്ട, അമ്മ ഇവിടെ ഇരുന്നോ, കാരണം അമ്മ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഒന്നാമത്തെ കാര്യം അമ്മയ്ക്ക് വയ്യല്ലോ. പിന്നീട് ഉണ്ണിമോള് നേരെ അത്തേക്ക് എന്നിട്ട് കല്ലുവിനോട് പറഞ്ഞു, അതെ ചേച്ചി അമ്മേനെ ഒന്ന് നോക്കാവോ, ഞങ്ങൾ ജയന്തൻ ചേട്ടനെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്നാൽ ശരി പോയിട്ട് വരാൻ പറയണം. കല്ലുവിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ നടക്കണം. പക്ഷെ ഗിരിദേവൻ അറിയാം ജയന്തൻ എവിടെയുണ്ട്, എന്താ കാര്യം എന്നൊക്കെ. പക്ഷെ ഗിരിദേവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുറെ ദൂരം നടന്നു കഴിഞ്ഞിട്ടും ജയന്തനെ കാണാതെ വന്നപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു, അല്ലേ ഗിരിദേവ, ഇത്ര നടന്നിട്ട് നമ്മള് ജയന്തൻ ചേട്ടനെ കണ്ടില്ലോ, ഇനിയിപ്പോൾ ജയന്തൻ ചേട്ടൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ സ്വർണം എനിക്ക് കിട്ടത്തില്ലല്ലേ. ആ സ്വർണം ജയന്തൻ ചേട്ടൻ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും ഉത്സവം നടത്താൻ പറ്റില്ലല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതെ എനിക്ക് നല്ല സംശയമുണ്ട്, നമ്മൾ അന്വേഷിച്ച് ഇവിടെ ജയന്തൻ ചേട്ടൻ നാട്ടിൽ വരെ എത്തിയില്ലേ. ഒരു പക്ഷേ ഗിരിദേവൻ എന്തെങ്കിലും ട്രിക്ക് ഇറക്കിയതാണോ ഇവിടെ കൊണ്ടുവരാനായിട്ട്. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നപ്പോൾ ഗിരിദേവനല്ലേ അയ്യപ്പസ്വാമിയോട് പറഞ്ഞ് സഹായിച്ചേ. അപ്പൊ ഈ തവണ ഗിരിദേവൻ അയ്യപ്പസ്വാമിയോടൊന്ന് സഹായിക്കാൻ പറ, അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്തേണ്ടതെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഉണ്ണിമോളെ എന്ന് പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഉണ്ണിമോൾക്ക് വഴിയേ മനസ്സിലാവും. എന്താണ് നമ്മൾ ജയന്തൻ ചേട്ടൻ നാട്ടിലെത്തിയല്ലോ, അത് തന്നെ വളരെ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പം ജയന്തൻ ചേട്ടൻ ഏലേ പാടും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ ഗിരിദേവന്ന് ചോദിക്കണം. ഗിരിദേവൻ അതേന്ന് പറയാണ്. ഉണ്ണിമോൾക്ക് സമാധാനേ, ഗിരിദേവൻ കൂടെ ഉണ്ടെങ്കിൽ തനിക്കൊരു ആപത്തും വരത്തില്ല, അല്ലെങ്കിൽ ജയന്തൻ ചേട്ടൻ്റെ ആളും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉണ്ണിമോൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പം ഗിരിദേവനെ രക്ഷിച്ചെന്നുള്ള കാര്യം ഉണ്ണിമോൾക്കും അറിയാം. അങ്ങനെ കുറെ ദൂരം അലഞ്ഞു തിരിഞ്ഞ് മടുത്തവർ തിരികെ വരുവാണ്. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, ശരിക്കും മടുത്ത് ഗിരിദേവ, എന്നെ കൊണ്ട് വയ്യാന്ന് പറയണേ. എന്നാലും ആ ചേട്ടൻ എവിടെയായിരിക്കും പോയിരിക്കണേ. ആ ചേട്ടനെ കണ്ടു കിട്ടുമായിരുന്നെങ്കിൽ ആ സ്വർണം എങ്ങനെ മേടിച്ചോണ്ട് പോയിരുന്നു. ഇനി സ്വർണം കിട്ടിയില്ലാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് അമ്മയുടെ മോനെ തിരിച്ചു കിട്ടൂല, അത് മതി. എന്നിട്ട് നമുക്ക് പോകാൻ ഗിരിദേവ. ഇനിയിപ്പോൾ ആ ചേട്ടന് സ്വർണം വേണമെങ്കിൽ ചേട്ടൻ എടുത്തോട്ടെ. അയ്യപ്പസ്വാമിയുടെ ഉത്സവം നമ്മൾ നടത്തിയില്ലെങ്കിൽ പകരം ആരെങ്കിലും നടത്തുമായിരിക്കും അല്ലെ ഗിരിദേവാന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുകയോ മാത്രമേ ചെയ്തുള്ളൂ.
പിന്നീട് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾ അങ്ങോട്ട് പൊക്കോ, ഞങ്ങൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഗിരിദേവനും ഭാര്യയും അവിടെ നിൽക്കുക. ഈ സമയം ഭവാനിയമ്മയുടെ അടുത്തേക്ക് ഉണ്ണിമോള് ചെല്ലുവാണ്. ഭവാനിയമ്മ അവിടെ ഒരു സിറ്റൗട്ടിലൊരു പായിട്ട് അത്തേലിങ്ങനെ ഇരിക്കുമായിരുന്നു. ശരിക്കും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നീട് ഉണ്ണിമോള് എന്നിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങൾ കുറെ അന്വേഷിച്ചു, പക്ഷെ ജയന്തൻ ചേട്ടനെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാണ്. ഇനി എന്ത് ചെയ്യും മോളെ, അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മോളെ മനസ്സ് ഞാൻ വേദനിപ്പിക്കില്ലായിരുന്നു. അവൻ ഒരിടത്ത് പോയാലും ഗതി കിട്ടാൻ പോകുന്നില്ല. അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയേണ്ട സ്വർണ്ണമായിട്ടും അവൻ പോയേക്കുന്നേ. അവൻ എപ്പോഴേലും കൈ കിട്ടും, അവൻ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയണം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു സ്വർണം പോവാണ് പൊക്കോട്ടമ്മേ, സാരമില്ല, എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ട് വിഷമമുള്ളൂ. അമ്മയുടെ മോനെ എങ്ങനെയും രക്ഷിക്കണ്ടെന്ന് ചോദിക്കണം. അതെ മോളെ, അവൻ എങ്ങനെയും രക്ഷിക്കണം. അങ്ങോട്ട് വരുന്ന വഴിക്ക് ആ പൂജാരി പറഞ്ഞായിരുന്നല്ലോ അവൻ വിളക്ക് വെക്കാതെ വന്നോണ്ട് അവനിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. അത് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവൻ എവിടെയാന്ന് പോലും അറിയത്തില്ല. ഒരുപക്ഷെ വലിയ അപകടത്തിലും പെട്ടോ ആവോ. ഈ സമയത്ത് അകത്ത് ജയന്തൻ ഇരിക്കുന്നുണ്ട്. ജയന്തന് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ കാണുമെന്ന് ഓർത്തിട്ട് ജയന്തൻ രാത്രി ആവട്ടെ എന്ന് ഓർത്തിരിക്കുക. രാത്രി ആകുമ്പോൾ എല്ലാവരുടെയും കണ്ണു പിടിച്ച് പുറത്തിറങ്ങി പോകണം, അല്ലാതെ ഇനിയിപ്പോൾ പകല് പോക്ക് നടക്കത്തില്ല. ഈ സമയം ഉണ്ണിമോള് ചോദിച്ചു അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോന്ന് ചോദിക്കണേ. കുഴപ്പമില്ല, വിശക്കുന്നൊന്നും ഇല്ലാന്ന് പറയാം. അല്ല മോൾക്ക് വിശക്കുന്നില്ലേ? എനിക്ക് കുഴപ്പമില്ല അമ്മയെന്ന് പറയാ. ഉണ്ണിമോളിങ്ങനെ പല സാഹചര്യങ്ങളും വളർന്നു വന്ന കുട്ടിയായതുകൊണ്ട് ഉണ്ണിമോളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഈ സമയത്ത് ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു കല്ലു. ഇനി എങ്ങാനും ആ പെങ്കൊച്ചിങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. ജയന്തനെ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ആ പട കുളവും. പിന്നീട് ജയന്തനോട് എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നാൽ മതി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, രാത്രിയാവാതെ പുറത്തിറങ്ങണ്ടെന്ന് പറയണം. ശരിയെന്ന് പറയാം. പക്ഷെ കല്ലുവിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. പൗർണമിക്ക് മുമ്പ് തന്നെ അയാൾ ജയന്തൻ തീരും. കാരണം അതുമായിട്ട് എന്തോ ബന്ധപ്പെട്ട എന്തോ ഒരു കഥയുണ്ട്, അതെന്താന്ന് അറിയത്തില്ല. പിന്നീട് അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്നു. ഈ സമയത്ത് ജയന്തൻ പുറത്ത് കിടക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ കണ്ണു തുറന്ന് പുറത്ത് കിടക്കാൻ ഓർത്ത് ഇറങ്ങി വന്നപ്പോഴാണ് ഉണ്ണിമോളെ ഗിരിദേവനെയെ കണ്ടത്. അപ്പൊ അന്നൊരു രാത്രി അവിടെ തങ്ങിക്കോട്ടെ എന്ന് കല്ലുവിനോട് അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്ലുവിന് അനുമതി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. 3 കുട്ടികളും അമ്മയാണ്, വയ്യാത്തൊരമ്മയാണ്. എങ്ങനെ രാത്രി ഇറക്കി വിടുന്നത്? കാരണം കാന്തൻ പറയുകയും ചെയ്തു അവർ രാത്രി ഇവിടെ തങ്ങിക്കോട്ടെ, എന്താ കല്ലു കുഴപ്പം. ഏട്ടൻ പറഞ്ഞാൽ പിന്നെ കല്ലുവിനെ എതിർത്തൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രാത്രിയിൽ അവരോട് നിൽക്കുക. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു രാത്രിയായാലും ഗിരിദേവ ഇനിയിപ്പം എന്ത് ചെയ്യും, ഇനി നമുക്ക് നോക്കാനും പറ്റില്ല. ഗിരിദേവൻ പറഞ്ഞു എന്തിനാ ഉണ്ണിമോള് വിഷമിക്കണേ, നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാം. അല്ല എങ്ങനെ പരിഹാരം ഉണ്ടാക്കാന്ന് പറയുന്നത്? അതൊക്കെ ഉണ്ണിമോള് കണ്ടോളാൻ പറയണം. ഉണ്ണിമോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും കാണുമോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കണം. മുറിക്കകത്തേക്കൊന്ന് തപ്പിയാലോ, ഏതെങ്കിലും മുറിക്കകത്ത് ജയന്തൻ ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലോ. ഗിരിദേവനോട് അങ്ങനെ പറയാം. ഗിരിദേവൻ പറഞ്ഞ് വാന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അയാളോട് പതുക്കെ നടന്നു കഴിയുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കാന്തൻ കിടന്ന് ഉറങ്ങുക. കാന്തൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥപ്പെടുന്നുണ്ട്. കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു മറിയുന്നു, വല്ലാത്തൊരു വിമിഷ്ടം കാണിക്കുകയാണ്. അപ്പൊ ഉണ്ണിമോട് പറഞ്ഞു അല്ല ഗിരിദേവ നമ്മൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കുമല്ലേ, ഇനിയിപ്പോ ജയന്തൻ ചേട്ടൻ ഈ മുറിയിൽ എങ്ങാനും ഉറങ്ങാതിരിക്കുന്നുണ്ടല്ലോ നമ്മളെപ്പോലെ എങ്ങാനും. ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോട് പറഞ്ഞ കാര്യം ശരിയാ, നമ്മളെപ്പോലെ തന്നെ ഉറങ്ങാതിരിക്കുന്ന വേറെ ആൾക്കാരുണ്ട് ഈ വീട്ടിൽ എന്ന് പറയണം. അതാരാ? അങ്ങോട്ട് നോക്കാൻ പറയണം. അങ്ങനെ ഉണ്ണിമോള് നോക്കിയപ്പോ ജയന്തനെ അല്ല കാണുന്നത്, പകരം കാന്തൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് അസ്വസ്ഥപ്പെടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരികെ മറിയൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ണിമോൾക്ക് പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഉണ്ണിമോള് ചോദിച്ചു അല്ല എന്താ ഗിരിദേവ ആ ചേട്ടൻ എന്താ ഉറക്കത്തിൽ കിടന്ന് അങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കണം. അതൊരു കഥയാ ഉണ്ണിമോളെ. ഈ പൗർണമിയുടെ തലേദിവസം തലേ രാത്രിയില് അയാൾക്ക് സ്വസ്ഥതയോട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോ ഉണ്ണിമോള് ചോദിച്ചു അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ, ആ ചേട്ടൻ കിടന്ന് ഉറങ്ങിയാൽ കുഴപ്പം എന്താന്ന് ചോദിക്കുക. അപ്പൊ പൗർണമിയായിട്ട് ബന്ധപ്പെട്ട് കാതൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കല്ലു ആണെങ്കിലും പറഞ്ഞ പൗർണമി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പണമല്ല ആ സ്വർണം തിരികെ കൊടുക്കാം. ഇനിയിപ്പം അവർക്ക് വേണ്ട ജയന്തനെയാണ്, പണമല്ല വേണ്ടത്. അപ്പൊ ആ പണം തിരികെ കൊടുക്കാന്ന് പറയുന്നുണ്ട്, പണമല്ല സ്വർണം തിരികെ കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്നത്. കുറെ ദിവസമായി നമ്മൾ കല്ലുവിനെയും കാന്തനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയണമെന്ന് ഓർത്തിരിക്കുന്നത്. അപ്പൊ കാന്തൻ എന്തു പറ്റി, ഏട്ടനെ രക്ഷിക്കാനായിട്ടാണ് കല്ലു ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.